ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും സാമ്പാർ എല്ലാവരും ആക്കാറല്ലേ. അപ്പോൾ ഞങ്ങൾ ആക്കിற സാമ്പാർ നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഫ്ലേവറിൽ വേணுണ്ടായെങ്കിൽ ഞങ്ങൾ സാമ്പാർക്ക് യൂസ് ആക്കിற പൗഡർ സാമ്പാർ പൗഡർ നല്ല വേണം. അപ്പോൾ നല്ല സാമ്പാർ പൗഡർ ഉണ്ടായെങ്കിൽ ഞങ്ങൾ ആക്കിற സാമ്പാറും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക, നല്ല ഫ്ലേവർ ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള നല്ലൊരു സാമ്പാർ പൗഡറുടെ റെസിപ്പി ഞങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു സാമ്പാർ പൗഡർ നിങ്ങൾ നിങ്ങൾ ആക്കിയെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങോട്ടൊരു സാമ്പാർ പൗഡർ കൊണ്ടുവരില്ല. അത്ര ഫ്ലേവർ ആയിട്ടിരിക്കുക, അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാട്ടുക. ഇതേപോലെ നിങ്ങൾ ആക്കി നോക്കൂ. ഇതാക്കും ചുമ ഇൻഗ്രീഡിയൻസും വേണ്ട, ഞങ്ങൾ ഔത്തിൽ എപ്പോഴും ഇക്കറ ഐറ്റംസേ അതുമയാവും. പിന്നെ നിങ്ങൾ ചുമ സെറയില്ല വേഗം ഞങ്ങൾ ആക്കിയെടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവർ ആയിട്ടിരിക്കുക, നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കി ഞങ്ങൾ നോക്കുക. അപ്പോൾ ഞാനോട് ഇതുപോലത്തെ ഞങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് സ്പൂൺ ഉണ്ടെങ്കിൽ അത് എടുക്കൂ. അതില്ലെങ്കിൽ സാധാ നോർമൽ ടേബിൾ സ്പൂണു ടീസ്പൂണെല്ലാം ഇക്കറല്ലേ അത് എടുത്തെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഗൊന്താകും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണു ഇത് മെഷർമെൻറ്റ് സ്പൂൺ എടുത്ത് അതിൽ ഞാൻ അളന്നിട്ട് കാട്ടുறேன். അതേപോലെ എടുത്തെങ്കിൽ சொன்ன இது நாங்கள் யாரை கூடியலாங்க இதில் ஒரு அளவில் நாங்கள் யாரை கூடியங்க நாங்கள் சாம்பார் பொடி ஃப்ளேவர் எல்லாம் சேஞ்ச் ஆகல சான்ஸ் உண்டு. അപ്പോൾ ಅದಕ್ಕೆ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഞാൻ ഇതിൽ കാട്ടുற അതേ അളവിൽ നിങ്ങൾ എടുക്കറോ. ഇതിലെ കാട്ടി ಯಾರ നിങ്ങൾ സാമ്പാർ പൗഡർ വേணுണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ആക്കിയിട്ട് എടുത്തെങ്കിൽ. അപ്പോൾ ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ വലിയ സ്പൂണിൽ 6 സ്പൂൺ കൊത്തമ്പരി എടുக்கிறேன். ഞാനിവിടെ അത് എടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിറച്ച് ഫുള്ളായിട്ട് എടുക്കണ്ട. ഇതിൽ കാട്ടിയ പോലെ ഇങ്ങനെ തെല്ലി ലെവലാക്കിയിട്ട് എടുത്തെങ്കിൽ 6 സ്പൂണ് ഇത് കൊത്തമ്പരി, 2 ടീസ്പൂണ് കറിയുടെ ಬೇಳೆ, ഏത് ಬೇಳೆ ആവോ ತೊಗರಿ ಬೇಳೆ ಮಸೂರ್ ದಾಲ್ ಏದು ಆವೋ അതിൽ പിന്നെ 1.5 ടീസ്പൂണ് ഉഴുന്ന് ಬೇಳೆ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ എത്ര അരിയും അതേപോലെ ഏതോ പച്ചരി അതല്ലെങ്കിൽ ഏതോ ആവോ. ഞാനിപ്പോൾ മട്ട അരി എടുത്തിട്ട് 1/4 ടീസ്പൂൺ മയ്യാവും. പിന്നെ 3/4 ടേബിൾ സ്പൂണും മെത്തെ വലിയ സ്പൂണിലും 3/4 സ്പൂണും മെത്തെ എടുക്കണം. മെത്തത്തില്ലി അറബീനോ. അതേപോലെ ഞങ്ങൾ ജീരക അതേപോലെ ഒരു 3/4 ടീസ്പൂൺ ജീരക, ചെറിയ സ്പൂണിൽ 3/4 സ്പൂൺ ജീരക. ഇതിനകത്തുപോലെ ഇതേ അളവിൽ എടുക്കണോ. ഇതിനെ കാട്ടി കൊറടി അങ്ങനെയെല്ലാം ആക്കണ്ട. പിന്നെ ഇങ്ക് വേണം, ഇങ്ക് മസ്റ്റായിട്ട് വേണം, സാമ്പാർക്ക് ഇങ്ക് വേണം. അപ്പോൾ ഇങ്ക് ഞങ്ങൾ പൗഡറും കിട്ടും, ഇതുപോലെ പീസും കിട്ടും. ഇത് ചെറിയ പീസ് ഉണ്ടായെങ്കിൽ ഒരു 7-8 പീസ് ഇടും. അതല്ലെങ്കിൽ വലിയ പീസ് ഉണ്ടായി നിങ്ങൾ കട്ടാക്കിയിട്ട് ഇട്ടെങ്കിൽ. അപ്പോൾ ഇങ്ക് നച്ചതുപോലെ മസ്റ്റായിട്ട് ഇങ്ക് വേണം. ഇങ്ക് ഇടുമ്പോൾ ഞങ്ങൾ സാമ്പാർക്ക് നല്ലൊരു ഫ്ലേവറെല്ലാം കിട്ടും. അപ്പോൾ അതിൽ പിന്നെ ഞങ്ങൾ അതോടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ മുളക് വേണോ, റെഡ് ചില്ലി വേണോ. ഇപ്പോൾ ഞാൻ എടുത്തത് കശ്മീരി മുളക്. ഇത് എണ്ണിട്ടൊരു 13 മുളക് ഉണ്ട് ഇതിൽ. നിങ്ങൾ സാധാരണ നോർമൽ ഞങ്ങളിപ്പോൾ മാംഗ്ലൂരപ്പോൾ കിട്ടുന്ന മുളക് ഉണ്ടല്ലേ അതുണ്ടെങ്കിൽ ചില മുളകെല്ലാം കാര കുടിക്കരുത്, ചില മുളക് നല്ല കാരക്കരുത്, കളർ കുരുടി അങ്ങനെയെല്ലാം ഇരിക്കരുത്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ കാറെല്ലാം നോക്കിയിട്ട് വേണം എത്ര ഇട്ട് കൊടുക്കറോ. അപ്പോൾ ഈ ഒരു കശ്മീരി മുളക് എടുக்கிறேன்னு കണ്ടെങ്കിൽ ഞങ്ങൾ സാമ്പാർക്ക് നല്ല കളറും കിട്ടും, പിന്നെ കാര ചുമക്കില്ല, നല്ലൊരു കളറായിട്ട് നിങ്ങൾ അത് കിട്ടുമെങ്കിൽ അത് എടുക്കറോ. അതല്ലെങ്കിൽ സാധാരണ നോർമൽ മുളക് ആവും ഏത് ഞങ്ങൾ എടുക്കുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾ കാര പിന്നെ കളറെല്ലാം നോക്കിയിട്ട് വേണം എത്ര എടുക്കറോ. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഒന്ന് വറുത്തെടുക്കണോ. വറുക്കിട ചുമ വറുക്കിടെല്ലാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം നല്ല ചൂടായിട്ട് കിട്ടിയെങ്കിൽ എത്തും. നല്ല ഒന്ന് ഇതിൽ കായിട്ട് പിന്നെ ചുമ കറിയൊക്കെ കളർ ചേഞ്ച് ആവിടെ അതെന്ത് വേണ്ട, നല്ല ഒന്ന് ചൂടായിട്ട് കിട്ടണം അത്രമേ. ഞങ്ങൾ ഇപ്പോൾ ചിക്കൻ കറിക്കെല്ലാം ബർക്കട പോലെ അങ്ങനെ ബർക്കടല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. അതിനിടയ്ക്ക് ഞങ്ങൾ ഒരു പിടി ഇത് ബേച്ചൊപ്പ് ഇട്ട് കൊടുത്തത്. ബേച്ചൊപ്പ് ഇതിനെ കാട്ടിയതിൽ ആറിയിട്ടെങ്കിലും നല്ല ഫ്ലേവറെല്ലാം കിട്ടും. അപ്പോൾ ബേച്ചൊപ്പെല്ലാം നല്ല റോസ്റ്റായിട്ട് പറഞ്ഞു. അവിടുത്തുള്ള നല്ല ഇങ്ങനെ പൊട്ടറെല്ലാം ഇങ്ങനെ നല്ല റോസ്റ്റായിട്ട് വേണ്ടല്ലേ അവിടുത്തുള്ള നല്ല ഇതുപോലെ ചൂടാക്കിയിട്ട് എടുത്തെങ്ങായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കറു, ഫ്ലെയിം കൂട്ടി വയ്ക്കണ്ട. അപ്പോൾ ഇതായിത്തൂടെ ഇതൊന്ന് ചൂട് തന്നെയായിട്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് മുളകും അതേപോലെ മുളകും ഞങ്ങൾ ചിക്കൻ കറിക്കെല്ലാം ബർക്കട പോലെ അങ്ങനെ ബർക്കടല്ല നല്ല ഒന്ന് ചൂടായിട്ട് കിട്ടിയെങ്ങായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് തൊട്ടെടുത്തിട്ടില്ല, തൊട്ടെടുക്കുക മുന്നൽ ബർത്തിൽ പിന്നെ ഞങ്ങൾ തൊട്ടെടുത്തെങ്ങായിട്ട്. അപ്പോൾ ഇത് മയ്യാവും ഇത്ര ചുമ കറിയോണ്ട് അങ്ങനെ എന്ത് വേണ്ട, ജസ്റ്റ് നല്ല ചൂടായിട്ട് കിട്ടിയാൽ മയ്യാവും. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതൊന്ന് ചൂട് തണ്ണി ഇട്ടിത് മുളക് ഇതെല്ലാം ചൂട് പോയാൽ പിന്നെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന മുന്നോളം ഒരു 3/4 ടീസ്പൂൺ എത്ര മഞ്ഞളുടെ പൊടി ഇട്ടോളണം. അപ്പോൾ ഈ ഒരു മുളക് ബദൽക്ക് ഞങ്ങൾ വേണുട്ടായി മുളക് പൊടി ഇട്ടിട്ടും ആക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ അർജൻറ്റിൽ സാമ്പാർ പൊടിയെല്ലാം ആക്കുമ്പോൾ മുളക് പൊടിയിലും സാമ്പാർ ആക്കണേ. ഇപ്പോൾ ഈ മുളക് ഇട്ടല്ല അതിൻ്റെ ബദൽക്ക് മുളക് പൊടി ഇട്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇത് മുളക് പൊടിയുടെ കാട്ടി നല്ല ഇങ്ങനെ മുളക് നല്ലേ. ഞങ്ങൾ ഇപ്പോൾ കുറേ സാമ്പാർ പൊടിയെല്ലാം ആക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ മുളക് ഇട്ടിരുന്നേ നല്ലേ. അപ്പോൾ ഇതാ പൊടിച്ചെടുത്ത് നല്ല നൈസായിട്ട് പൗഡറാക്കി എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ കളർ കണ്ടല്ലേ അങ്ങനെ ഉണ്ടുണ്ട് സാമ്പാർ പൊടി. അപ്പോൾ നല്ല ഫ്ലേവർ ആയിട്ടിക്കറ്, നല്ല ടേസ്റ്റ് ആയിട്ടിക്കറ്, കളറും അതേപോലെ കളർ ഞങ്ങൾ ഈ ഒരു ഇത് കശ്മീരി മുളക് ഇട്ടത് കൊണ്ട് ഈ ഒരു കളറ്. നിങ്ങൾ സാധാ ചില്ലി ഇട്ടില്ലെങ്കിൽ ഇത്ര കളർ കിട്ടില്ല. നോക്കൂ നിങ്ങൾ ഏത് ബീന അത് നിങ്ങൾ ബേനായ പോലെ ആക്കും. ഇത് പൗഡറുടെ ചൂടൊന്ന് പോകും. ഞങ്ങൾ മിക്സിയിൽ പൊടിയാക്കുമ്പോൾ ഒന്ന് ചൂടാവിടല്ലേ. ആ ചൂട് പോയാൽ പിന്നെ ഞങ്ങൾ ഇത് കുപ്പിയിലിട്ടിട്ട് സ്റ്റോറാക്കി വെച്ചെങ്കിൽ എത്ര സമയം വേണം ബേക്കണം. ഞങ്ങൾ നോർമലായിട്ട് എല്ലാ മസാല പൗഡറെല്ലാം ബേക്കറല്ലേ അതേപോലെ ഈ ഒരു സാമ്പാർ പൊടി ഞങ്ങൾ ബേക്കുക. ബെടക്കാവില്ല
ആവില്ല. പിന്നെ ഞാൻ ചെന്നപ്പോൾ നല്ല ഫ്ലേവർ ആയിട്ടിരിക്കുന്നത്, നല്ല ടേസ്റ്റ് ആക്കിയിട്ട് ഇതേ സാമ്പാർ പൊടി യൂസ് ആക്കിയിട്ട് ഞാൻ ഈ മുന്നിൽ കുറേ നാൾക്ക് മുന്നുള്ള ഒരു സാമ്പാർ വീഡിയോ ഇട്ടിട്ടാണ്. അത് സാമ്പാറിനാണ് ഇതേ പൗഡർ യൂസ് ആക്കിയത്. അപ്പോൾ നിങ്ങൾ ആക്കിയിട്ട് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ ഇത് ഒരിക്കൽ ആക്കിയെങ്കിൽ ഞാൻ ചെന്നപ്പോൾ നിങ്ങൾ പിന്നെ അങ്ങോട്ടൊരു സാമ്പാർ പൊടി കൊണ്ടുവരല അത്ര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ആക്കി നോക്കൂ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു പേർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമേയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.